ഭഗവാന്റെ വൃന്ദാവന ലീലകളിൽ ഏറ്റവും അധികം മനോഹരമായിട്ടുള്ള ആ ലീലയാണ് കാളിയ മർദ്ദന ലീല എന്നുള്ളത്. ഭഗവാൻ വെറും 5 വയസ്സുള്ള സമയത്താണ് ഭഗവാൻ കാളിയനെ ഭഗവാൻ അഹങ്കാരം ശമിപ്പിച്ചത്. അതിഭയങ്കരമായിട്ടുള്ള വിഷം വമിക്കുന്ന കാളിയൻ ആകാശദേശത്തുള്ള പോകുന്ന പക്ഷികൾ പോലും ചെറുത് കരിഞ്ഞ് വീഴുന്ന അങ്ങനെ ഒരവസ്ഥ. അതിൻ്റെ അടുത്തുള്ള വൃക്ഷങ്ങൾ മുഴുവൻ ഇതിൻ്റെ ഈ ജലം സ്വീകരിച്ച് ഉണങ്ങി വരണ്ട് കിടക്കുന്ന അവസ്ഥ. അപ്പോൾ ഭഗവാൻ ആ കാളിയൻ്റെ അത്രയും വിഷം വമിക്കുന്ന ആ ജലത്തിലേക്കാണ് ഭഗവാൻ കടമ്പവൃക്ഷത്തിൽ കയറി നിന്ന് ഭഗവാൻ ചാടിയത്. ഇന്ന് വൃന്ദാവനത്തിൽ ആ കടമ്പവൃക്ഷം അതേപോലെ നിൽക്കുന്നത് കാണാൻ സാധിക്കും. ഭഗവാന്റെ ലീലകളൊക്കെ വെറും സങ്കല്പമാണ് എന്ന് പറയുന്നവർക്കൊരു മറുപടിയാണ് വൃന്ദാവനത്തിലെ ഈ ദൃശ്യങ്ങൾ. ഭഗവാൻ അതിലേക്ക് ചാടിയതോട് കൂടിയിട്ട് 5 വയസ്സുള്ള ഉണ്ണിയാണ്. അപ്പോൾ സാധാരണ ഒരു ബാലനല്ല ഭഗവാൻ എന്ന് ഈശ്വരനാണെന്ന് ഭഗവാൻ തെളിയിക്കുകയാണ് കാളിയമർദ്ദന ലീലയിൽ കൂടെ. അപ്പോൾ ഈ ശ്രീ ഗുരുവായൂരപ്പനും കാളിയമർദ്ദന ലീലയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. അതുകൊണ്ടാണല്ലോ ഭഗവാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള കാളിയമർദ്ദനം, വേണുഗാനം എന്നുള്ള പല രൂപത്തിലും ഭഗവാൻ എഴുന്നള്ളി നിൽക്കുന്നത്. അപ്പോൾ ഈ കാളിയമർദ്ദനം എന്നുള്ള ആ ഒരു ലീല നമ്മൾക്ക് സ്മരിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ സ്വതവേ നമ്മളുടെ ഹൃദയം ശുദ്ധമാണ്. അഹങ്കാരമാവുന്ന കാളിയൻ നമ്മളുടെ ഹൃദയത്തിൽ വരുന്ന സമയത്താണ് ഇത് മലിനമായിട്ട് മാറുന്നത്. അപ്പോൾ അങ്ങനെ വിഷമയമായി മാറുന്ന നമ്മുടെ ഹൃദയങ്ങളെ പരിശുദ്ധമാക്കി തീർക്കാൻ വേണ്ടിയിട്ട് ശ്രീ ഗുരുവായൂരപ്പൻ്റെ ശ്രീകൃഷ്ണ ഭഗവാന്റെ പാദങ്ങൾ നമ്മളുടെ ശിരസിൽ, നമ്മളുടെ ആ അഹങ്കാരം, ഒരഹങ്കാരങ്ങൾ മറ്റൊരഹങ്കാരം വരികയാണ് നമ്മൾക്ക്. അപ്പോൾ ആ മനസ്സാകുന്ന കാളിയൻ്റെ ഗണത്തിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ശ്രീ ഗുരുവായൂരപ്പൻ്റെ പാദങ്ങൾ പതിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മനസ്സ് പരിശുദ്ധമായി തീരും. അതിന് ഭഗവാൻ അനുഗ്രഹിക്കുക. നമ്മൾ കാളിയൻ എങ്ങനെയാണ് കാളിന്തിയിൽ വന്നത് അതിനെക്കുറിച്ചിട്ട് ഭാഗവതം സൂചിപ്പിക്കുന്നുണ്ട്. ഈ സർപ്പങ്ങൾ എല്ലാ മാസത്തിലും ഈ ഗരുഡന് ബലി കൊടുക്കാറുണ്ട്. അപ്പോൾ സർപ്പങ്ങളുടെ ഗരുഡൻ്റെ ഉപദ്രവമില്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കാളിയൻ്റെ ഊഴം വന്ന സമയത്ത് കാളിയൻ എല്ലാം പൂജ എല്ലാം ശരിയാക്കി വെച്ചിട്ട് ആ ഗരുഡൻ വന്ന് നോക്കി നിൽക്കുന്നതിൻ്റെ ഇടയ്ക്ക് കാളിയൻ വന്നിട്ട് ആ ഗരുഡനെ നോക്കി നിൽക്കെ ഗരുഡന് വെച്ചിട്ടുള്ള എല്ലാ ബലിയും എല്ലാ പൂജയും എല്ലാം കാളിയൻ കഴിച്ചു. ഇത് കണ്ട ഗരുഡന് ദേഷ്യം പിടിച്ചു. ഇവിടെ ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട വാഹനമാണ് ഗരുഡൻ. ഭഗവാന്റെ ഭക്തനാണ് ഗരുഡൻ. അങ്ങനെ ആ ഭക്തനോട് വലിയൊരു ഒഫൻസ്, വലിയൊരു അപരാധം ചെയ്തു. ഭഗവാൻ ഭക്തനെ അപരാധം ചെയ്താൽ ഭഗവാൻ സഹിക്കില്ല. അപ്പോൾ കാളിയനെ ഈ ഗരുഡൻ തൻ്റെ ചെറുത് കൊണ്ട് ഒരു അടിയടിച്ച സമയത്ത് കാളിയൻ നേരെ കാളിന്തിയിൽ യമുനയിൽ വന്ന് ചേർന്നു എന്നാണ്. അവിടെ ഗരുഡൻ ഒരു ശാപം കിട്ടിയിട്ടുണ്ട് സൗഭരി മഹർഷിയുടെ. ആ ശാപം കാരണം ഗരുഡന് വരാൻ നിവൃത്തിയില്ല. ഗരുഡൻ അവിടെ വരാതെയായ സമയത്ത് കാളിയൻ അവിടെ സ്ഥലം പിടിച്ചു എന്നാണ്. ഇതേപോലെ ഭഗവാന്റെ ആ ഒരു ഭക്തൻ്റെ സംഘം ഇല്ലാന്നുണ്ടെങ്കിൽ കാളിയന്മാർ, അതായത് അഹങ്കാരമാകുന്ന കാളികൾ നമ്മളുടെ ഹൃദയത്തിൽ വരും. പിന്നെ ഈ ഹൃദയം മുഴുവൻ വിഷമയമായിട്ട് മാറും. കാളിയൻ സൗഭരി മഹർഷിയുടെ ശാപം കൊണ്ടാണ് ഗരുഡന് വരാൻ പറ്റാതിരുന്നത്. അവിടെ കാളിയൻ വന്ന് കിടന്നു. അപ്പോൾ ഈ ഒരു ജലത്തിനെ ശുദ്ധീകരിക്കേണ്ടത് ഭഗവാന്റെ വൃന്ദാവനത്തിൻ്റെ ആവശ്യമാണ്. അത് വൃന്ദാവനവാസികളുടെ ഇച്ഛയ്ക്ക് അനുസരിച്ചാണ് ഭഗവാൻ കാളിയമർദ്ദനം ചെയ്തത്. എന്നിട്ട് ആ കാളിയമർദ്ദനം ചെയ്ത് കാളിയനെ ഭഗവാൻ അതിനെ കീഴ്പ്പെടുത്തി. എന്നിട്ട് ഭഗവാൻ കാളിയനെ രമണദ്വീപിലേക്ക് അയച്ചു. ഭഗവാന്റെ തൃപ്പാദം പതിഞ്ഞിട്ടുള്ള ആ ഒരു ശിരസ് എന്നുള്ളത് കൊണ്ട് ഗരുഡൻ കാളിയനെ കണ്ടു കഴിഞ്ഞാൽ ഗരുഡൻ തലകുനിക്കും. കാളിയൻ തലകുനിക്കും, ഗരുഡൻ ഉപദ്രവിക്കില്ല. ഇതേപോലെ ഭഗവാന്റെ തൃപ്പാദം നമ്മളെ ശിരസിൽ വന്നു കഴിഞ്ഞാൽ ഭഗവാന്റെ ഭക്തന്മാരുടെ അനുഗ്രഹം നമ്മൾക്കുണ്ടാവും. ഇന്ന് ഈ രമണക ദ്വീപ് ഫിജി എന്നുള്ള ദ്വീപായിട്ടാണ് കാണുന്നത്. അവിടെ സർപ്പങ്ങളുടെ ആവാസ കേന്ദ്രം കൂടിയാണ്. മനോഹരമായിട്ടുള്ള ക്ഷേത്രം വരുന്നുണ്ട്. രാധാകൃഷ്ണ ക്ഷേത്രങ്ങൾ അവിടെ ഉണ്ട്. അവിടെ എല്ലാവരും ഭഗവാന്റെ തൃപ്പാദം ശിരസിൽ വന്നു എന്നുള്ള കാരണം കൊണ്ട് തന്നെ
ആ ദ്വീപിലുള്ളവരൊക്കെ കൃഷ്ണഭക്തന്മാരായിട്ട് മാറി എന്നാണ്. അപ്പം ഭഗവാന്റെ ഭക്തൻ എവിടെ ഉണ്ടോ അവിടെ ആ ഭഗവാന്റെ ഭക്തനായിട്ട് മാറി കാളിയൻ. അങ്ങനെ ആ ഫിജി എന്നുള്ള ദ്വീപ് ഇപ്പോൾ വിശേഷപ്പെട്ട ഭഗവാന്റെ ക്ഷേത്രം നാമസങ്കീർത്തനം അതുകൊണ്ട് മുഖരിതമായി പുണ്യപൂരിതമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാളിന്തിയും ശുദ്ധമായി തീർന്നു, രമണകദ്വീപും ശുദ്ധമായിട്ട് തീർന്നു. ഭഗവാന്റെ ആ തൃപ്പാദം നമ്മളുടെ ആ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളുടെ മനസ്സാകുന്ന കാളിന്തിയും ശുദ്ധമായിട്ട്